ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. കണ്ണൂർ തളിപ്പറമ്പിൽ ഒരു പെൺകുട്ടിക്ക് ദാരുണ അന്ത്യം. കാരണക്കാരൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഡിസോർഡർ ആണ്. അനറക്സിയോ നെർവോസ എന്ന് പറയുന്ന ഒരു മെന്റൽ ഡിസോർഡർ. ഇത് എന്താണെന്നല്ലേ, ഇതെല്ലാവർക്കും ഒരു പാഠമാക്കി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ശരീര വണ്ണം അഥവാ തടി കൂടുമെന്ന് കരുതി ഭക്ഷണം ഒഴിവാക്കുക. അതാണ് ഈ ഒരു ഡിസോർഡറിന്റെ കാര്യം എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി ചെയ്ത ഒരു കാര്യം, ഈ പെൺകുട്ടി +2-ൽ ഉന്നത വിജയം ഒക്കെ നേടിയ ഒരു പെൺകുട്ടിയാണ്. പക്ഷെങ്കിൽ തടി കൂടും അഥവാ വണ്ണം കൂടുമെന്ന് കരുതി ഭക്ഷണം ഒഴിവാക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ പ്രാതല് മുഴുവനായിട്ടും ഒഴിവാക്കുകയും മറ്റു ഭക്ഷണങ്ങളൊക്കെ പകുതിയോ അല്ലെങ്കിൽ അതിലും കുറവായിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ശാരീരികമായിട്ടുള്ള പ്രശ്നം വന്നത് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് മെഡിസിൻ എന്ന് പറയുന്നത് ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കുക എന്നൊരു കാര്യം മാത്രമാണ്. വേറെ ഇതിന് മെഡിസിൻസ് ഒന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. തിരിച്ച് വീട്ടിൽ പോയിരുന്നെങ്കിലും ഈ പെൺകുട്ടി പതിവ് ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഭക്ഷണം കഴിക്കാതെ വീണ്ടും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയും ശരീരം വീക്കാവുകയും അന്നനാളവും ആമാശയവും ചുരുങ്ങി കാരണം കൊണ്ടാണ് ഈ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇതിനേക്കാളൊക്കെ ഭയാനകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ പറയുന്നതോ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് പോലും ഈ പെൺകുട്ടി കേട്ടിട്ടില്ല. ഈ പെൺകുട്ടി ആകെ കേട്ടിട്ടുള്ളത് യൂട്യൂബ് പറയുന്നത് കാര്യം മാത്രമാണ്. അതായത് ഈ പെൺകുട്ടിയുടെ ഡയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്, ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് കണ്ട പല വീഡിയോസിൽ നിന്നും കണ്ട യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്. യൂട്യൂബിൽ പലരും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ പ്ലാനൊക്കെ സ്ട്രക്ചർ ചെയ്യുന്നുണ്ടാവും. അത് ഓരോ ആൾക്കാർക്ക് ചിലപ്പം ഓക്കെ ആയിരിക്കും, ചില ആളുകൾക്ക് അത് പറ്റില്ല എന്നൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു പാഠമാക്കി എടുക്കുക തന്നെ ചെയ്യണം. കാരണം ഈ പെൺകുട്ടിയുടെ തോട്ട് എന്ന് പറയുന്നത് ഞാൻ വണ്ണം വെച്ചാൽ, അതായത് തടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗന്ദര്യം കുറയും എന്നൊക്കെ ഉള്ള ഒരു തോട്ടിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു ഭക്ഷണം ഒഴിവാക്കുക എന്നൊരു തീരുമാനത്തിൽ ഈ പെൺകുട്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഡയറ്റ് ഫോളോ ചെയ്യുന്നതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ അത് എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ നിന്ന് കാണുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്തിട്ടല്ല ഡയറ്റ് പ്ലാൻ സ്ട്രക്ചർ ചെയ്യേണ്ടത്. അത് സ്ട്രക്ചർ ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റീഷ്യനെ പോയി കണ്ട് നമ്മളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അവരൊരു പ്ലാൻ ഉണ്ടാക്കി തരും. ആ പ്ലാൻ അനുസരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും. പക്ഷെങ്കിൽ യൂട്യൂബിലൊക്കെ ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിക്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും. അത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് അവസാനം ഇതേപോലെ ഒരു മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിച്ച് സയന്റിഫിക് ആയി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇവിടെ ഈ പെൺകുട്ടി ചെയ്ത വേറൊരു തെറ്റാണ് ഡോക്ടർ പറഞ്ഞ കാര്യം അനുസരിക്കാതിരുന്നത്. കാരണം ഡോക്ടർ ഫുഡ് കഴിക്കണം, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ഹെൽത്ത് അത്രയും വീക്കായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ ഈ പെൺകുട്ടി അത് കേട്ടില്ല. ഏതോ ഒരാൾ യൂട്യൂബിൽ വീഡിയോ ചെയ്ത ആ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയാണ് ഈ പെൺകുട്ടി വീണ്ടും കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പാരന്റ്സ് നമ്മളോട് എപ്പോഴും പറയാറുണ്ട് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഫുഡ് കഴിക്കാറല്ല. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ഭയങ്കരമായിട്ട് കുറക്കാനും പാടില്ല. ഫുഡ് ഒരു ബാലൻസ് രീതിയിൽ കൊണ്ടുപോവുക. ഇനി ഡയറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ, അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് മെത്തേഡിൽ എന്ത് ചെയ്യണം, ഡയറ്റ് പ്ലാൻ സ്ട്രക്ചർ ചെയ്ത് അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഈ ഒരു ഞാൻ പറഞ്ഞ ഡിസോർഡർ, ഈ മെന്റൽ ഡിസോർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് അങ്ങനെ ഒരു തോട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്നുകിൽ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിലെ ഏതെങ്കിലും ഒരാൾ ഇവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് അതിന് ഉള്ള മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. അതായത് ഓവറായിട്ട് വണ്ണം വെക്കുമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും ഈ ഒരു ഡിസോർഡറിൽ ഉണ്ടാവുന്ന ആളുകൾ. അതിന് പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് നൽകുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരെ കൗൺസിലിംഗിന് വിധേയമാക്കുക എന്നുള്ളതാണ്. അതായത്
ആരെങ്കിലും പൂർണ്ണമായും ഭക്ഷണം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതോ അറിയുമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.